പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, എഫേസോസ് 4:27 വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നു, സാത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത്. നമ്മുടെ ജീവിതത്തിൽ നാം ക്ഷണിച്ചിട്ടല്ല സാത്താൻ കടന്നു വരുന്നത്. സാത്താൻ എപ്രകാരം നമ്മെ കെണിയിൽ വീഴ്ത്തണം എന്ന് ചിന്തിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ ചുറ്റി നടക്കുകയാണ്. അതാണ് 1 പത്രോസ് 5:8 നാം കാണുന്നത്. വിശുദ്ധ പത്രോസ്ലീഹ നമുക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെപ്പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു. അപ്പോൾ ഓരോ മനുഷ്യനെയും അവൻ്റെ കെണിയിൽ വീഴ്ത്താനായിട്ട് അവൻ അന്വേഷിച്ച് ചുറ്റി നടക്കുകയാണ്. ഓരോ മനുഷ്യൻ്റെയും ബലഹീനത എന്താണെന്ന് പിശാചിന് വളരെ വ്യക്തമായിട്ടറിയാം. ആ ബലഹീനതയിലൂടെ നമ്മുടെ ഹൃദയത്തിലേക്ക് അവൻ കടന്നുകൂടുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നത്, സാത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത് എന്ന്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നൊരു സ്വഭാവമുണ്ടെങ്കിൽ നമ്മെ അസ്വസ്ഥമാക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു സംഭവം സാത്താൻ ഉണ്ടാക്കി വയ്ക്കും. അതിലൂടെ നമ്മുടെ സമാധാനം നഷ്ടപ്പെടും. നാം നിരാശയിലാകുകയും നമ്മുടെ ഹൃദയത്തിൽ വെറുപ്പും വൈരാഗ്യവും ഉണ്ടാകുകയും നമ്മുടെ നാവിനെ നിയന്ത്രിക്കാൻ പറ്റാതെ നമ്മുടെ വിദ്വേഷം മൂലം നാം അശുദ്ധിയിലേക്ക് കടക്കുകയും ചെയ്യും. അതാണ് തിരുവചനം പറയുന്നത്, വിദ്വേഷം മൂലം പലരും അശുദ്ധരായി മാറുന്നു എന്ന്. നാവിനെ നിയന്ത്രിക്കാതെ നാം ജീവിക്കുമ്പോൾ നാം അശുദ്ധിയിലേക്ക് വീഴുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 15:18 എന്താണ് മനുഷ്യനെ അശുദ്ധമാക്കുന്നത് എന്ന് വ്യക്തമാക്കുന്നുണ്ട്. വായിൽ നിന്നും വരുന്നത് ഹൃദയത്തിൽ നിന്നാണ് പുറപ്പെടുന്നത്. അത് മനുഷ്യനെ അശുദ്ധനാക്കുന്നു. ദുശ്ചിന്തകൾ, കൊലപാതകം, വ്യഭിചാരം, മോഷണം, പരദൂഷണം, കള്ളസാക്ഷ്യം, ഇതെല്ലാം നമ്മുടെ ഹൃദയത്തിൽ നിന്നാണ് പുറപ്പെടുന്നത്. അപ്പോൾ ആ ഹൃദയത്തിൽ നിന്ന് വരുന്ന ഈ ചിന്തകൾ മനുഷ്യനെ അശുദ്ധനാക്കി മാറ്റുകയാണ്. 1 തെസ്സലോനിക്ക 4:3 ദൈവം എന്താണ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്നുണ്ട്. നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത്. അസന്മാർഗികതയിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു മാറണം. നിങ്ങൾ ഓരോരുത്തരും സ്വന്തം ശരീരത്തെ വിശുദ്ധിയിലും മാന്യതയിലും കാത്തു സൂക്ഷിക്കണം. എഫേസോസ് 5:5 വ്യഭിചാരിക്കും അശുദ്ധനും അത്യാഗ്രഹിക്കും വിഗ്രഹാരാധകരും ദൈവത്തിൻ്റെയും ക്രിസ്തുവിൻ്റെയും രാജ്യത്തിൽ അവകാശമില്ലെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ. ഇപ്പോൾ പല വിധത്തിൽ സാത്താൻ നമ്മെ അശുദ്ധരാക്കാനായിട്ട് ശ്രമിക്കും. അവൻ്റെ കെണിയിൽ വീഴാതിരിക്കാനായിട്ടാണ് നാം പരിശ്രമിക്കേണ്ടത്. ഇതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.